ദ വേവ് ഈസ് ക്ലിയർ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ചെറു കാറ്റ്, ഒരു ചെറു തരംഗമുണ്ട് എന്ന് പറയേണ്ടി വരും. മുനിസിപ്പാലിറ്റിയിൽ UDF മുൻതൂക്കമുണ്ടെങ്കിൽ ഒരു ചെറു രാഹുൽ തരംഗമുണ്ട്. ബാലേട്ടൻ തരംഗം ചേലക്കരയിലുണ്ട്, വോട്ട് വിഹിതം കൂടുന്നുണ്ട്. ആണ്. അങ്ങനെയാണെങ്കിൽ അത് UDF പാഞ്ഞാൾ വരെ എത്തുമ്പോൾ, അതെ പാഞ്ഞാൾ വരെ എത്തുമ്പോൾ ബാലേട്ടൻ പിടിക്കുന്ന വോട്ടാട്ടോ രമേശിയുടെ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചേലക്കര പ്രദീപത 6800 വോട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു. 6800 വോട്ടുകളുടെ ലീഡാണ് പ്രദീപിനുള്ളത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമെന്ന് രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തിയ ചേലക്കര മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ചില്ല. അവിടെ 6800 വ്യക്തമായ ലീഡ്. ഇനി നോക്കേണ്ട 4 പഞ്ചായത്തായി. ചേലക്കര 5ാമത്തെ പഞ്ചായത്തിലേക്ക് കയറി, ചേലക്കര പഞ്ചായത്തിലേക്ക് കയറി. നമുക്കിനി പാലക്കാടിന്റെ കണക്കാണ് വേണ്ടത്. പാലക്കാട് കണക്ക് വരുന്നില്ല. പാലക്കാട് നമ്മുടെ വോട്ടെടുപ്പും ഡിലേ ആയിരുന്നു പലയിടങ്ങളിലും, അല്ലേ? പോളിംഗിലും. അപ്പൊ എന്തായാലും നോക്കാം. പാലക്കാട് 2021 അപേക്ഷിച്ച് LDF-ഉം UDF-ഉം വോട്ട് വർദ്ധിപ്പിച്ചു. UDF 2306 വോട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് 2021 അപേക്ഷിച്ച്. അതായത് ശ്രീധരൻ പോയതിനു ശേഷം UDF വോട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു പാലക്കാട് മണ്ഡലത്തിൽ. അത് മുനിസിപ്പാലിറ്റിയിൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കൂടി സൂചനയാണ്. BJP കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു. ടീം ബാൻഡ് ഇറക്കിയിട്ടുണ്ട്. ബാൻഡ് മേളം UDF പ്രവർത്തകർ, അല്ലേ? പാലക്കാട് ബാൻഡ് ഒന്ന് കേട്ടാലോ? UDF-ന്റെ ബാൻഡ് നമുക്ക് ആ ബാൻഡ് കേൾക്കാം. രാധേട്ടന്റെ കാത്തിരുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ.